പ്രധാന വാർത്തകൾ. നയമാറ്റത്തിന്റെ പ്രഖ്യാപനവുമായി KN ബാലഗോപാലിന്റെ 4ാം ബജറ്റ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകും. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനല്ല, കാലോചിതമായി ഉയർത്താനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അന്തസത്ത. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. റബ്ബറിന്റെ താങ്ങുവില 180 രൂപയാക്കി. സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ധനമന്ത്രി. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അധിക ഭാരമില്ലാത്ത ബജറ്റിൽ കാര്യമായ നികുതി നിർദ്ദേശങ്ങളില്ല. മദ്യത്തിന് വില കൂടും. ഭൂമി ന്യായവില പരിഷ്കരിക്കും. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരും ഇനി ഭൂനികുതി നൽകണം. ബജറ്റിൽ കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. കേന്ദ്ര അവഗണന പാരമ്യത്തിലെന്ന് ധനമന്ത്രി. അവഗണന തുടർന്നാൽ പ്ലാൻ B നടപ്പിലാക്കും. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായെന്നും KN ബാലഗോപാൽ. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷം. കർഷകർക്ക് നിരാശയുണ്ടാക്കുന്ന ബജറ്റെന്ന് VD സതീശൻ. കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കുകളാണെന്നും പ്രതിപക്ഷ നേതാവ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം ആരംഭിച്ചു. CMRL ആസ്ഥാനത്ത് SFIOയുടെ പരിശോധന. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ മത്സരക്രമമായി ഉദ്ഘാടനം ജൂൺ 11 മെക്സിക്കോയിൽ. ഫൈനൽ ജൂലൈ 19 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ. സംസ്ഥാന ബജറ്റ്